ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്തുകൊണ്ട് ചരിത്രത്തെ രാഷ്ട്രീയത്തിന് അനുയോജ്യമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. വർത്തമാനകാല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന ഒരു വിജ്ഞാന മണ്ഡലമാണ് ചരിത്രം. ഞാൻ എന്തുകൊണ്ട് ഈ വിഷയം തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ നാളുകളിൽ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വൈസ് ചാൻസലർ ശ്രീ ശ്രീ ദുലുപ്പടി പണ്ഡിറ്റ് നാഗ്പൂരിൽ നടന്ന ഒരു ദേശീയ സെമിനാറിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ അവർ പറയുകയുണ്ടായി, നെഹ്റുവിയൻ കാലഘട്ടത്തിലെ ചരിത്രം എഴുതുന്ന ചരിത്രകാരന്മാർ ഇന്ത്യയുടെ ചരിത്രത്തെ വക്രീകരിക്കുക മാത്രമല്ല, അത് ബോധപൂർവം കൊളോണിയൽ അധിനിവേശനത്തെയും അതോടൊപ്പം തന്നെ മുസ്ലിം അധിനിവേശനത്തെയും മഹത്വവൽക്കരിക്കുകയും ചെയ്തു. അത്തരത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തെ വളരെ മോശമാക്കി മാറ്റിക്കളഞ്ഞു എന്ന് അവർ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ചരിത്രം? എന്തുകൊണ്ടാണ് ചരിത്രത്തെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന് അനുയോജ്യമാക്കി മാറ്റുന്നത്? ഇന്ത്യയിൽ എപ്പോഴാണ് ചരിത്രത്തെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമാക്കി വക്രീകരിക്കുന്ന ഒരു പ്രവർത്തന മണ്ഡലം തുടക്കം കുറിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യം ഞാൻ ചോദിക്കുകയും അത് എഴുതേണ്ടത് ഈ വർത്തമാനകാലത്ത് അനിവാര്യമാണ് എന്ന ചിന്തയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ വിഷയം പറയാൻ ആഗ്രഹിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം, ചരിത്രം എന്നാൽ എന്താണ് ചരിത്രം എന്ന് നമ്മളൊരു വിദ്യാർത്ഥിയോട് ചോദിക്കുകയാണെങ്കിൽ ആ വിദ്യാർത്ഥി തരുന്ന മറുപടി ചരിത്രം എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തെ പറ്റിയുള്ള പഠനം എന്നായിരിക്കും. എന്നാൽ നമുക്കറിയാം, ചരിത്രം എന്ന ഒരു വിജ്ഞാന ശാഖ രൂപം പ്രാപിക്കുന്നത് പൗരാണിക ഗ്രീക്കിൽ. അത് സ്വാഭാവികമായിട്ടും മനുഷ്യനും അവൻ്റെ ഭൂതകാല അനുഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പരാമർശിച്ചുകൊണ്ടാണ് ആ ഒരു ശാസ്ത്രശാഖ രൂപം പ്രാപിക്കുന്നത്. അത് ഏതൊരു ശാസ്ത്രശാഖയെയും പോലെ തന്നെ അത് വളരെ സാവധാനം അതിൻ്റേതായിട്ടുള്ള ഒരു മെത്തഡോളജിക്കൽ ഫൗണ്ടേഷനും ഒരു രീതിശാസ്ത്രവും സൈദ്ധാന്തിക പരിപ്രേക്ഷ്യവും രൂപപ്രാപിക്കുകയും അത് വളരെ വികാസം പ്രാപിക്കുകയും ചെയ്തു. അത് കേവലം മനുഷ്യനും മനുഷ്യൻ്റെ ജീവിതവും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറയുന്ന കഥകളിൽ നിന്ന് അത് വളരെ കൃത്യമായ രീതിയിൽ, വളരെ യുക്തിഭദ്രമായ രീതിയിൽ, വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്വാംശീകരിക്കുന്ന ഒരു ശാസ്ത്രശാഖയായി വികാസം പ്രാപിച്ചു. അതുകൊണ്ടാണ് 1920കളിൽ വിഖ്യാതനായ അനൽ ചരിത്ര പണ്ഡിതനായിട്ടുള്ള മാർബ്ലോഷ് ചരിത്രത്തിന് കൊടുത്ത ഒരു നിർവചനം, ഹിസ്റ്ററി എന്ന് പറയുന്നത് മനുഷ്യൻ അധിവസിക്കുന്ന സമൂഹത്തിലെ ശാസ്ത്രമാണ് ചരിത്രം. ചരിത്രം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ അധിവസിക്കുന്ന കാലഘട്ടത്തിലെ ശാസ്ത്രമാണ് എന്ന് പറയുകയുണ്ടായി. അതിനർത്ഥം ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള രീതിയിൽ അതിനെ രൂപപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ശാസ്ത്രീയമായ രീതിയിൽ രൂപപ്പെടുത്തിക്കൊണ്ടുള്ള ചരിത്ര നിർമ്മാണ പ്രക്രിയ ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു ശാസ്ത്രീയപരമായ ചരിത്ര രചന യഥാർത്ഥത്തിൽ രൂപം കൊള്ളുന്നത് ദാമോദർ ധർമാനന്ദ് കൊസാംബി DD കൊസാംബിയിലൂടെയാണ്. DD കൊസാംബി ഇന്ത്യയുടെ ചരിത്രത്തെ പഠിക്കുവാൻ ശ്രമിക്കുന്ന സമയത്ത് വളരെ വ്യത്യസ്തമായ ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. ആ വ്യത്യസ്തമായ ചോദ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ഭൂപ്രദേശത്തിൻ്റെ ചരിത്രം പഠിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കേണ്ടത് ആ ഭൂപ്രദേശത്തെ അല്ലെങ്കിൽ ആ നാടിൻ്റെ രാജാവ് ആരാണ് എന്നുള്ള ചോദ്യത്തിനല്ല പ്രസക്തി. നേരെ മറിച്ച് ഈ ഭൂപ്രദേശത്തിലെ കർഷകരാരായിരുന്നു, അവർ ഏതു തരം ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്, കലപ്പകളാണ് ഉപയോഗിച്ചിരുന്നത്, ആ കലപ്പകൾ ഭാരം കൂടുതലുള്ളതാണോ ഭാരം കുറഞ്ഞതാണോ, ഭാരം കുറഞ്ഞതാണെങ്കിൽ അവർ അവരുടെ ബൗദ്ധിക മണ്ഡലത്തെയാണ് നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തെ ഒരു പാരഡൈം ഷിഫ്റ്റിലേക്ക് DD കൊസാംബി കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. നേരെ മറിച്ച് നിങ്ങൾ ഒരു ഭൂപ്രദേശത്തിന്റെ ചരിത്രം പഠിക്കാൻ പോകുന്ന സമയത്ത് അവിടുത്തെ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിലൂടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് കേവലം ആ ഭൂപ്രദേശത്തിനെ അല്ലെങ്കിൽ ഭൂമിയുടെ അധികാരവുമായി ബന്ധമായിട്ടുള്ള ഒരു കേവലം ആശയങ്ങൾ മാത്രമാണ്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ഘടകങ്ങളിലൂടെ സാമൂഹിക രൂപീകരണം എന്ന് നടക്കുന്നു, ഏത് തലങ്ങളിലൂടെയാണ് ഇത് രൂപാന്തരപ്പെട്ടത് എന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്നത് DD കൊസാംബിയിലൂടെയാണ്.
അതുകൊണ്ട് ചരിത്രകാരന്മാർ പറയുന്നത് നിങ്ങൾക്കിങ്ങനെ അതുവരെയും ഇന്ത്യയുടെ ചരിത്രത്തെ കേവലം കെട്ടുകഥകളിലൂടെ, മിത്തുകളിലൂടെ, ഐതിഹ്യങ്ങളിലൂടെ ആണ് പഠിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ കെട്ടുകഥകളെയും ഐതിഹ്യങ്ങളെയും കൃത്യമായിട്ട് അതിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തെ, ഇന്ത്യയുടെ പൗരാണിക ചരിത്രത്തെ കൃത്യമായി അടയാളപ്പെടുത്തുവാൻ, അവിടെ എല്ലാ വിഭാഗം ജനങ്ങളിലെയും ആ ചരിത്രത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നത് ദാമോദർ ധർമാനന്ദ് ഗോസ്വാമിയിലൂടെയാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, നമ്മൾ എല്ലാവരും സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അശോക ദ ഗ്രേറ്റ് കിങ്, അശോക ചക്രവർത്തി മഹാനായ ഒരു രാജാവായിരുന്നു, നമ്മളും എല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ റോമല താപ്പറിന്റെ അശോക ആൻഡ് ദ ഡിക്ലൈൻ ഓഫ് ദ മൗര്യൻ എംപയർ എന്ന് പറയുന്ന പുസ്തകം വായിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കും നമ്മൾ പഠിച്ചു വെച്ചിരുന്നത് തെറ്റായി പോയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കും. എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മൾ സ്കൂൾ തലങ്ങളിൽ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കലിംഗ എന്ന് പറയുന്ന ഒരു യുദ്ധം നടത്തി, കലിംഗയിൽ യുദ്ധം നടത്തി, ആ യുദ്ധത്തിൽ സ്വാഭാവികമായിട്ടും ആയിരക്കണക്കിന് ആൾക്കാർ മരണപ്പെട്ടു. ആ മരണപ്പെട്ട് കിടക്കുന്ന ആൾക്കാരുടെ ശരീരത്തിലെ രക്തക്കറകളെല്ലാം കണ്ടിട്ട് രാജാവ് യുദ്ധം തന്നെ അവസാനിച്ചു എന്ന് നമ്മൾ പഠിച്ചതെങ്കിൽ, റോമല താപ്പർ ഇതിനോട് ചോദ്യങ്ങൾ, ആ കാലഘട്ടത്തിലുണ്ടായ വ്യത്യസ്തങ്ങളായ തെളിവുകൾ എടുത്തു വെച്ചിട്ട് ആ തെളിവുകളോട് ചോദ്യങ്ങൾ ചോദിച്ചു. ആ തെളിവുകളോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്താണ് റോമല താപ്പർ കണ്ടെത്തിയത് കലിംഗയായിരുന്നു അശോകൻ ആക്രമിക്കാതിരുന്ന ഏക ഭൂപ്രദേശം. രാജാവ് ദിഗ്വിജയ എന്ന് പറയുന്ന ഒരു ആശയത്തിൽ വിശ്വസിച്ചിരുന്നു എന്നും അതുകൊണ്ട് തന്നെ ആ കലിംഗ എന്ന് പറയുന്ന ഭൂപ്രദേശത്തെ കൂടി ആക്രമിച്ചാൽ മാത്രമേ തൻ്റെ സാമ്രാജ്യം ഒരു വിശാലമായ സാമ്രാജ്യമായി മാറുകയുള്ളൂ എന്ന് പറയുന്ന പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കലിംഗ ആക്രമിക്കുകയും അതിലൂടെ ആ ഭൂപ്രദേശം കൂടി ആക്രമിച്ചു കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും ഇനി യുദ്ധം നടത്തേണ്ടതിന്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ചരിത്രം എന്ന് പറയുന്ന വിജ്ഞാനം കേവലം ഭൂതകാലത്തെ അടയാളപ്പെടുത്തുകയല്ല, ഭൂതകാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന അറിവുകളുടെ അതിൻ്റെ ഐഡിയോളജിക്കൽ അണ്ടർപൈനിങ്സിനെ അറിയുക, അത് ഒരു രാജാവ് എന്തിനാണ് അത് ചെയ്തത് എന്ന തിരിച്ചറിവിലുണ്ടാക്കുക. അതുകൊണ്ട് ചരിത്രം എന്ന് പറയുന്ന വിജ്ഞാനം തെളിവുകളെ ആധികാരികമാക്കിക്കൊണ്ട് വളരെ യുക്തിഭദ്രമായിട്ട് ശാസ്ത്രീയമായ അവബോധത്തിലൂടെ പഠനം നടത്തുന്ന ഒരു വിജ്ഞാന ശാഖയാണ്. എന്ന് വെച്ചാൽ തെളിവുകൾ എന്ന് പറയുന്നത് ചരിത്രമല്ല. തെളിവുകൾ ഒരു ചരിത്രകാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു റോ മെറ്റീരിയൽസ് മാത്രമാണ്. ഇവിടെ അധ്യക്ഷ പ്രസംഗം പറഞ്ഞതുപോലെ നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ വീണ്ടും ആ ആശയങ്ങളെല്ലാം മാറി നമ്മൾ നമ്മുടെ പൗരാണിക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില മിത്തുകളെ വീണ്ടും ചരിത്രമാണെന്ന് പറയാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എന്താണ് ചരിത്രമെന്ന് തിരിച്ചറിയുക എന്നതായിരുന്നു എൻ്റെ ഈ ചരിത്രം എന്താണെന്ന് പറയുന്നതിനെ പറ്റിയുള്ള ഒരു ആമുഖമായ സങ്കല്പം. ഇവിടെ ഇന്ത്യയുടെ ചരിത്രം രൂപപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ കൊളോണിയൽ കാലഘട്ടത്തിലാണ്. ബ്രിട്ടീഷ് കൊളോണിയലിസമാണ്. ബ്രിട്ടീഷ് കൊളോണിയലിസം ഇന്ത്യയിലെ അധികാരത്തിലേക്ക് രൂപപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അവർ ഇന്ത്യയുടെ ചരിത്രത്തെ പഠിക്കുവാൻ ശ്രമിക്കുന്നു. അവരാദ്യം ചെയ്തത് ഗ്രീക്കിന് സമാനമായ ഒരു ചരിത്ര പൈതൃകം, ഒരു ചരിത്ര പാരമ്പര്യം ഇന്ത്യക്കുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടർത്തുകയാണ്. അങ്ങനെ ഗ്രീക്കിന് തുല്യമായ ഒരു ചരിത്രം ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കുന്ന സമയത്ത് അവർക്ക് ആ ചരിത്രം കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ കാണാൻ സാധിക്കാതിരിക്കുന്ന സമയത്ത് അവർ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പഴയകാല ലിപികൾ കണ്ടെത്തുകയും അതിനെ പഠിക്കുവാനും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ബ്രഹ്മി സ്ക്രിപ്റ്റ് ഒക്കെ തിരിച്ചറിയുകയും അത് വായിച്ച് മനസ്സിലാക്കുവാനും ശ്രമിക്കുന്നു. ഇതിലൊന്നും തന്നെ ഇന്ത്യയുടെ പൈതൃകത്തെ, പൗരാണികതയെ പറ്റി പറയുന്ന യാതൊരുവിധ ചരിത്രപരമായ ഒരു ശാസ്ത്രീയമായ ചരിത്രം അവിടെ കാണുന്നില്ല. അതുകൊണ്ട് അവരെന്താ ചെയ്യാൻ ശ്രമിച്ചത്? ഇന്ത്യയുടെ ചരിത്രത്തെ കൃത്യമായിട്ട് അവർ പൊളിച്ചെഴുതുന്നു. അവർ ഇന്ത്യയുടെ ചരിത്രത്തെ എഴുതുവാൻ ശ്രമിച്ചു. അങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തെ എഴുതുവാൻ ശ്രമിച്ച സമയത്ത് കൃത്യമായി രാഷ്ട്രീയപരമായ ലക്ഷ്യത്തോടു കൂടി ചരിത്രം എഴുതുകയാണ്. ആദ്യമായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനുള്ളിൽ നിന്നുകൊണ്ട് എഴുതുവാൻ തുടങ്ങുന്നത് കൊളോണിയൽ ചരിത്രകാരന്മാരാണ്. അങ്ങനെ കൊളോണിയൽ ചരിത്രകാരന്മാർ ചരിത്രത്തെ എഴുതുവാൻ തുടങ്ങുന്ന സമയത്ത് രണ്ട് സൈദ്ധാന്തിക ചിന്തകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർ ആ ചരിത്രത്തെ എഴുതാൻ തുടങ്ങിയത്. ഒന്ന്, ആര്യൻ എന്ന് പറയുന്ന വംശീയതയിൽ അധിഷ്ഠിതമായ ഒരു സൈദ്ധാന്തിക സങ്കല്പം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. രണ്ടാമത്തത്, അതോടൊപ്പം തന്നെ ദ്വിരാഷ്ട്രവാദം എന്ന് പറയുന്ന ഒരു ആശയം. ഈ രണ്ട് ആശയത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തെ അവർ നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ത്യയുടെ പാരമ്പര്യത്തെ, ഇന്ത്യയുടെ ചരിത്രത്തെ കണ്ടെത്തുവാൻ തുടങ്ങുന്ന കാലഘട്ടത്തിൽ കൊളോണിയൽ ചരിത്രകാരന്മാർ ചെയ്യാൻ ശ്രമിച്ചത്
ഇന്ത്യയുടെ പാരമ്പര്യത്തെ കണ്ടെത്തുമ്പോൾ അത് വംശീയമായിട്ടും മതപരമായിട്ടുമുള്ള സ്വത്വത്തിലേക്ക് അതിനെ കൊണ്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ വംശീയമായും മതപരവുമായ സ്വത്വത്തിലേക്ക് ഇന്ത്യയുടെ ചരിത്രത്തെ അവർ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിനെ ആരും ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ ആരും ചോദ്യം ചെയ്തില്ല. അതിനുശേഷം വളരെ വൈകിയാണ് ഡിഡി കൊസാംബി മുതൽ റോമില താപ്പർ മുതലുള്ള ചരിത്രകാരന്മാർ അതിനെ ചോദ്യം ചെയ്യുന്നത്. അത് 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടു കൂടി മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. നമുക്കറിയാം ജെയിംസ് മില്ല് 1817 ജെയിംസ് മില്ല് എഴുതിയ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ്. ആ പുസ്തകത്തെ വംശീയമായിട്ടാണ് മതപരമായിട്ടാണ് ആ പുസ്തകത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏൻഷ്യന്റ് ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദു കാലഘട്ടമാണെന്നും മധ്യകാല ഇന്ത്യ എന്ന് പറയുന്നത് മുസ്ലിം കാലഘട്ടമാണെന്നും ഇന്ത്യയിൽ ആധുനികവൽക്കരണം നടക്കുന്നത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടമാണെന്നും പറയുന്നു. നമുക്കറിയാം ഏൻഷ്യന്റ് കാലഘട്ടം ഒരിക്കലും ഒരു ഹിന്ദു കാലഘട്ടം, ഹിന്ദു എന്ന് പറയുന്ന ഒരു വേർഡ് പോലും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. മധ്യകാലഘട്ടം ഒരിക്കലും പൂർണ്ണമായിട്ടും ഒരു ഇസ്ലാം ഭരണകൂടവുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സുദീർഘമായ ഒരു ഭരണം ലക്ഷ്യം വെച്ചുകൊണ്ട് ചരിത്രം എഴുതുന്ന സന്ദർഭത്തിൽ അവർ കൃത്യമായി ഈ ഒരു അജണ്ട വെച്ചുകൊണ്ട് തന്നെയാണ് ചരിത്രത്തെ കൃത്യമായി രാഷ്ട്രീയമായി സന്നിവേശിച്ചുകൊണ്ട് ചരിത്രം എഴുതുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആര്യൻ സൈദ്ധാന്തിക ചിന്തയെ, ആര്യൻ വംശീയ സിദ്ധാന്തത്തെ നമ്മുടെ മുന്നിലേക്ക് വെക്കുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. അങ്ങനെ ആര്യൻ തിയറി, റേഷ്യൽ തിയറി നമ്മുടെ മുന്നോട്ട് വെക്കുന്ന സമയത്ത് ആദ്യം അവർ കണക്കാക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഭൂരിഭാഗ മതവിശ്വാസം ഉണ്ടായിരുന്ന ഒരു മതവിശ്വാസത്തെ സംതൃപ്തിപ്പെടുത്തുക. ആ ഭൂരിപക്ഷത്തെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് സുദീർഘമായ ഒരു ഭരണം നടത്തുക. അങ്ങനെ ഭൂരിപക്ഷത്തെ സംതൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവർ ഉദ്ബോധിപ്പിച്ചു ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ റിലീജിയൻ എന്ന് പറയുന്നത് ആര്യൻ വംശത്തിന്റെ ഒരു പിന്തുടർച്ചയാണ് എന്നൊരു പൊതുബോധം സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ വരേണ്യ സമൂഹങ്ങളൊന്നും തന്നെ ബ്രിട്ടീഷുകാരെ എതിർത്തിട്ടുണ്ടായിരുന്നു. അവർ ബ്രിട്ടീഷ് ഭരണത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാനാണ് ശ്രമിച്ചിട്ടുള്ളത്. കാരണം അവർ ആ ആര്യ സിദ്ധാന്തത്തിലൂടെ അവർ ചെയ്യുവാൻ ശ്രമിച്ചിട്ടുള്ളത് നമ്മളെല്ലാം ഒരേ വംശപാരമ്പര്യത്തിലുള്ളതാണ് എന്നുള്ള പൊതുബോധം സൃഷ്ടിച്ചു. അതുകൊണ്ട് ഇന്ത്യയിലെ ഭൂരിപക്ഷ മതത്തെ ആര്യൻ വംശശുദ്ധിയിലേക്ക് സന്നിവേശിക്കുന്നതിലൂടെ അവർ എന്താണോ ലക്ഷ്യമാക്കിയത് അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തുവാൻ കൊളോണിയൽ ഹിസ്റ്റോറിയൻസിന് സാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത് ദ്വിരാഷ്ട്രവാദമാണ്. ആ ദ്വിരാഷ്ട്രവാദത്തിലൂടെ ഇന്ത്യ എന്ന് പറയുന്നത് ഭൂരിപക്ഷ മതവിഭാഗങ്ങളെ അതുവരെ അടിച്ചമർത്ത ചെയ്യപ്പെട്ടിരുന്ന ഒരു വിഭാഗമായിട്ട് മുസ്ലിങ്ങളെ അധിനിവേശ ശക്തികളാക്കി മാറ്റുകയും അവർ ഇന്ത്യയിലെ അമ്പലങ്ങൾ കൊള്ളയടിക്കുന്നവരും അമ്പലങ്ങളാകെ നശിപ്പിക്കുന്നവരുമാക്കി ചിത്രീകരിക്കുകയാണ് ചെയ്തത്. ഈ രണ്ട് രീതിയിലായിരുന്നു കൊളോണിയലിസം ഇന്ത്യയിൽ അവരുടെ ചരിത്ര രചനയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിന്റെ ഒന്നാമത്തെ ആശയം റോമില താപ്പർ ഉൾപ്പെടെയുള്ള ചരിത്രകാരന്മാർ വളരെ ആധികാരികമായിട്ട്, വളരെ സുദീർഘമായിട്ട് വ്യത്യസ്തമായ ലേഖനങ്ങളിലൂടെ, വ്യത്യസ്തമായ പുസ്തകങ്ങളിലൂടെ കൃത്യമായി പറഞ്ഞു. ആര്യൻ എന്ന് പറയുന്നത് ഒരു വംശീയതയിൽ അധിഷ്ഠിതമായ ഒരു വിഭാഗമായിരുന്നില്ല, അത് കേവലം ഒരു ഭാഷാഗോത്രമായിരുന്നു എന്ന് കൃത്യമായി പറയുന്നുണ്ട്. സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭൂപ്രദേശങ്ങളിലേക്ക് കുടിയേറി പാർത്ത ഒരേ വംശീയ ആശയമായിട്ടല്ല അതിനെ കണ്ടിട്ട്, അത് കേവലം ഒരു ഭാഷാഗോത്രമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യയിലേക്ക് അവർ കടന്നു വന്നു എന്ന് പറയുന്നുണ്ട്. ഇറാനിൽ നിന്നൊരു വിഭാഗം വടക്കേ ഇന്ത്യയിലേക്ക് പോയി, മറ്റൊരു വിഭാഗം മറ്റു ഭൂപ്രദേശങ്ങളിലേക്ക് പോയി. പക്ഷേ ഇത് പറയുവാൻ ശ്രമിച്ച സമയത്ത് ചാൾസ് വിൽക്കിൻസിനെ പോലുള്ള ചരിത്രകാരന്മാർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്, അവരെന്ത് ചെയ്തു, ഈ ഭാഷയുടെ സമാനതകൾ, അതിൻ്റെ റിസംബ്ലൻസ് അവർ ഒരുമിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്തുകൊണ്ട് ആ ആശയത്തെ ശക്തമായി അവതരിപ്പിക്കുകയും പിന്നീട് ഇൻഡോളജിസ്റ്റുകളായിട്ടുള്ള മാക്സ് മുള്ളർ തുടങ്ങിയവർ വന്നിട്ട് അത് ആധികാരികമായി അത് പ്രകടിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിച്ചത്, ബ്രാഹ്മണിക്കൽ റിലീജിയൻ എന്ന് പറയുന്നത് ആര്യൻ വംശശുദ്ധിയിൽപ്പെട്ടവരാണ് എന്ന് ഉറപ്പുവരുത്തി. ഇന്ത്യയുടെ മധ്യവർഗം ഇതിനെ അപ്പാടെ അംഗീകരിക്കുകയും, കാരണം ഭൂരിപക്ഷ മതത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്നത് അത് ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ ആര്യ പാരമ്പര്യത്തെ അഭിരമിക്കുന്നവരായി മാറുകയാണ് ചെയ്തത്. അതിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദേശീയ ചരിത്രകാരന്മാർ ആരും തന്നെ മുന്നോട്ട് വന്നില്ല. ദേശീയ ചരിത്രകാരന്മാർ എന്താണ് ചെയ്തിട്ടുള്ളത്, ദേശീയ ചരിത്രകാരന്മാർ ഈ ക്രോണോളജിക്കൽ സീക്വൻസിനെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ പൗരാണിക ചരിത്രത്തെ വാനോളം പ്രകീർത്തിക്കുന്ന ചരിത്രമാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് KP ജയ്സ്വാളിന്റെ
ചരിത്ര പുസ്തകങ്ങളിൽ നമുക്ക് അത്തരത്തിലുള്ള ആശയങ്ങൾ കാണാൻ പറ്റും. അതിനേക്കാളും വിരോധാഭാസമാണ് ഇത്തരത്തിലുള്ള ഒരു സൈദ്ധാന്തിക സങ്കല്പം കൊളോണിയലിസം കൺസ്ട്രക്ട് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് തന്ന സമയത്ത് 1875 ആര്യ സമാജം എന്ന് പറയുന്ന ഒരു നവോത്ഥാന പ്രസ്ഥാനം എന്നൊക്കെ നിങ്ങൾ പറയുന്നു. ഞാനതിന് നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുന്നില്ല. ആര്യ സമാജം എന്ന് പറയുന്ന ഒരു സോഷ്യൽ റിഫോം മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രസ്ഥാനം തുടങ്ങി. ഇനി ബ്രിട്ടീഷുകാർ തന്നെ ഒരു പ്രസ്ഥാനം തുടങ്ങി. 1875 ഓൾക്കോട്ടിന്റെ നേതൃത്വത്തിൽ തിയോസഫിക്കൽ സൊസൈറ്റിയും ആദ്യകാലങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഭൂരിഭാഗ മതവിശ്വാസികൾ ആര്യൻ പിന്തുടർച്ചക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർ ആദ്യകാലങ്ങളിൽ ആര്യ സമാജവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിനാണ് ശ്രമിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ആര്യ സിദ്ധാന്തത്തെ ലെജിറ്റമൈസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്, നീതിയുക്തമാക്കി മാറ്റി. അങ്ങനെ നീതിയുക്തമാക്കി തീർത്തപ്പോൾ എന്താ സംഭവിച്ചത്? നമുക്കറിയാം, വർത്തമാനകാല ഇന്ത്യയിൽ കൊളോണിയലിസം മുന്നോട്ട് വെച്ച ഈ ദാർശനിക സങ്കല്പത്തെ പൂർണ്ണമായിട്ടും ചേർത്ത് പിടിക്കുന്ന ഒരു ആശയത്തിലേക്ക് ഹിന്ദുത്വ, RSS ഉൾപ്പെടെയുള്ള ഹിന്ദുത്വ സംഘടനകൾ അത് ഏറ്റുപിടിക്കും. ഈ സൈദ്ധാന്തിക സങ്കല്പത്തെയാണ് കൊളോണിയലിസം എന്താണോ ഇട്ടുകൊടുത്തത്, ആ കൊളോണിയലിസം മുന്നോട്ട് വെച്ച സൈദ്ധാന്തിക പാരമ്പര്യത്തെ അവർ ഉൾച്ചേർക്കുകയും അതിൽ അഭിരമിക്കുകയും നമ്മൾ ആര്യന്മാരാണെന്ന് പറയാനും തുടങ്ങുകയല്ല ചെയ്തത്. കാരണം നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നതാണ്, 1952 RSS ഇന്ത്യയിൽ സ്കൂളുകൾ തുടങ്ങുന്നുണ്ട്, സരസ്വതി വിദ്യാമന്ദിർ എന്ന പേരിൽ. ഈ റീസെൻ്റ് ആയിട്ട് ദേശീയ വിദ്യാഭ്യാസ നയം വന്ന സമയത്ത് ഞാൻ ആ സ്കൂളുകളുടെ അവരുടെ വെബ്സൈറ്റിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ 40 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ബൃഹത്തായ സ്കൂൾ ശൃംഖലയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകർ ജോലി ചെയ്യുന്ന ഭൂപ്രദേശങ്ങളാണ്. ഈ സ്കൂളുകളിലെ പാഠപുസ്തകങ്ങളിലേക്കാണ് നമ്മൾ സന്ദർശിക്കേണ്ടത്. ഈ പാഠപുസ്തകങ്ങളിൽ ഈ സിദ്ധാന്തങ്ങൾ പൂർണ്ണമായിട്ടും കുട്ടികളുടെ ചെറു മനസ്സിലേക്ക് ഇൻജക്റ്റ് ചെയ്ത് കെടുകയാണ്. അത് പറയുന്ന സന്ദർഭത്തിൽ ആര്യന്മാർ സെൻട്രൽ ഏഷ്യയിലാണെന്ന് പറഞ്ഞ കൊളോണിയൽ സിദ്ധാന്തത്തെ ഇവരെന്താ ചെയ്തിരിക്കുന്നത്? ഇവർ അതിനെ കുറച്ചുകൂടെ മാറ്റി സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്നത് ബീഹാറിനും ഒറീസയ്ക്കും ഇടയിലുള്ള ഒരു ഭൂപ്രദേശമാണെന്നും അതുകൊണ്ട് ആര്യന്മാരെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ തന്നെയാണ്, നമ്മളാണ് ആര്യന്മാരെന്ന ഒരു പൊതുബോധം അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സിലേക്ക് ചരിത്ര വിജ്ഞാനത്തെ ആയുധവൽക്കരിക്കുന്ന ഒരു പൊതുബോധത്തിലേക്ക് മാറുകയാണ് ചെയ്തത്. അങ്ങനെ ചരിത്ര വിജ്ഞാനത്തെ ആയുധവൽക്കരിക്കുകയാണ്. ഒരു പുതിയ സമൂഹത്തില് അപരമതത്തെ വിദ്വേഷിപ്പിക്കുന്ന, നമ്മൾ ആര്യന്മാരെന്ന് തിരിച്ചറിയുന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കുന്ന സിലബസുകളിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് അത് വരുന്നത്. അത് ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഒതുങ്ങി നിന്നിരുന്നതെങ്കിൽ പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെയും UGCയുടെ പുതിയ റെഗുലേഷൻസിലൂടെയും അത് ഇന്ത്യയുടെ എല്ലാ മണ്ഡലങ്ങളിലേക്കും എല്ലാ വിദ്യാഭ്യാസ പ്രക്രിയയുടെയും ഭാഗമായി, ഔദ്യോഗിക വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമായി വരാൻ പോവുകയാണ്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാരണം VD സവർക്കറിന്റെ ഹിന്ദുത്വ എന്ന പുസ്തകത്തിനകത്ത് അദ്ദേഹം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ദേശം, ഒരു രാഷ്ട്രം എന്താണ് എന്നതിനെ പറ്റി അദ്ദേഹം ഒരു നിർവചനം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്തെ നിങ്ങൾക്കൊരു ദേശരാഷ്ട്രം എന്ന് വിളിക്കാൻ പറ്റില്ല. ഒരു ദേശരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒരേ ചിന്താധാരയുള്ള, ഒരേ വിശ്വാസക്രമങ്ങളുള്ള ഒരു പുണ്യഭൂമിയും പിതൃഭൂമിയുമായിരിക്കണം ഒരു ദേശരാഷ്ട്രം. അങ്ങനെ ഒരേ ചിന്താധാര എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെ സമാനമായ ചിന്താഗതി ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ പാഠപുസ്തകങ്ങളിലേക്ക് ഈ ആശയങ്ങൾ വരണം. ആ പാഠപുസ്തകങ്ങളിലേക്ക് ഈ ആശയങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ ചിന്ത സമാനമായ ചിന്താഗതിയായി മാറും. അപ്പൊ അത്തരത്തിൽ സമാനമായ ചിന്താഗതിയുള്ള ഒരു പ്രക്രിയയായി, ഒരു പ്രത്യയ ശാസ്ത്രമായിട്ട് ഈ ആര്യ സിദ്ധാന്തം നമ്മുടെയൊക്കെ ചെറു മനസ്സുകളിലേക്ക് വളരെ പെട്ടെന്ന് സന്നിവേശിക്കും. അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. കാരണം ജനുവരി 22, 2024 ഇന്ത്യ ഗവൺമെന്റ് ഒരു പ്രമേയം പാസാക്കി. ആ പ്രമേയത്തിന്റെ ഏറ്റവും കാതലായ ആശയം 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചു എങ്കിൽ അതൊരു ഫിസിക്കൽ ഇന്ത്യയായിരുന്നു. നിങ്ങൾക്ക് ഒരു ഫിസിക്കലായ ഇന്ത്യ മാത്രമേ 1947 ഓഗസ്റ്റ് മാസം 15-ന് വന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ആത്മാവ് രൂപപ്പെട്ടത് അയോധ്യയിൽ രാമക്ഷേത്രം പണികഴിപ്പിച്ചതാണ്. അതാ പ്രമേയം.
നമ്മുടെ ഗവൺമെന്റ് പാസ്സാക്കിയ പ്രമേയമാണ്. അവിടെ തീർന്നോ? ഈ ജനുവരി 22-ാം തീയതി അതിന്റെ 1-ാം വാർഷികത്തിൽ സർസംഘ് ചാലകിന്റെ ദേശീയ നേതാവ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് 1947 ഓഗസ്റ്റ് 15 അല്ല, ജനുവരി 22, 2024 ഇത് ഒഫീഷ്യലൈസേഷൻ പ്രോസസ്സിന്റെ ഭാഗമായി മാറുന്ന സമയത്ത് ഇനിയുള്ള പാഠപുസ്തകങ്ങളിലേക്ക് കൂടി കടന്നു വരുമ്പോൾ ഇനി വരുന്ന തലമുറ, നമ്മൾ കണ്ടതാണല്ലോ, ഏത് സംസ്ഥാനത്ത് വന്നതിൽ ഗുജറാത്തിൽ നിന്ന് വന്ന സ്കൂൾ പാഠപുസ്തകത്തിൽ ചോദിച്ച ചോദ്യം, ഗാന്ധി എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത്? അതുപോലെ ഇതൊരു ഒഫീഷ്യലൈസേഷൻ പ്രോസസ്സിന്റെ ഭാഗമായി മാറും. നമുക്ക് തന്നെ അറിയാം ഒഫീഷ്യലൈസേഷൻ പ്രോസസ്സിന്റെ ഭാഗം. നമുക്ക് തന്നെ അറിയാം കേരളം രൂപപ്പെട്ടത് പരശുരാമ ലെജൻഡിലൂടെയല്ല. പക്ഷെ മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ ഓടുന്ന ട്രെയിനിന്റെ പേര് പരശുരാം എന്നാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രോസസ്സിലൂടെ ഇത് യഥാർത്ഥമായിട്ടുള്ള സംഭവമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് വളരെ പെട്ടെന്ന് നമ്മുടെയൊക്കെ പൊതു മനസ്സുകളിലേക്ക് അത് വളരെ പെട്ടെന്ന് തന്നെ രൂപപ്പെടുകയും ചെയ്യും. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞത് ആര്യ സിദ്ധാന്തമാണെങ്കിൽ, രണ്ടാമത്തെ സിദ്ധാന്തത്തിന് വളരെ കൃത്യമായ ലക്ഷ്യമുണ്ട്, ദ്വിരാഷ്ട്രവാദം. ആ ദ്വിരാഷ്ട്രവാദം എന്ന ആശയം ബ്രിട്ടീഷുകാർ മുന്നോട്ട് വെക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടുകൂടിയാണ്. ആ രാഷ്ട്രീയ അജണ്ടയിൽ അവർ പറയുന്നത് കൊളോണിയൽ കാലഘട്ടത്തിന് മുൻപ് വരെയും ഇന്ത്യയിലെ ഭൂരിഭാഗം ജനവിഭാഗങ്ങളെയും മുസ്ലിം അധിനിവേശനത്തിന്റെ ഭാഗം മാത്രമായിരുന്നു. കൊളോണിയലിസമാണ് അതിൽ നിന്നും ഒരു മോചനം കൊടുത്തത്. അതുകൊണ്ട് ദ്വിരാഷ്ട്രവാദം വേണം, മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക ഭൂപ്രദേശം വേണമെന്നും ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് എന്ന് പറയുന്ന വിഭാഗത്തിന് പ്രത്യേക രാഷ്ട്രം വേണം, കാരണം അവർ ആര്യഗോത്രത്തിൽപ്പെട്ടതാണ്. ഈ വാദഗതി മുന്നോട്ട് വെക്കുന്നത് കൊളോണിയലിസമാണ്. അപ്പൊ ഈ ആശയം വെക്കുന്ന സമയത്ത് മുസ്ലിങ്ങളെ ആക്രമകാരികളായിട്ട്, ഇന്ത്യയെ ആക്രമിച്ച ഒരു വിഭാഗമായിട്ട് അവർ നോക്കിക്കാണുകയാണ് ചെയ്തത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ അമ്പലങ്ങളും ആക്രമിക്കുന്നവർ മുസ്ലിങ്ങളാണ് എന്നുള്ള രൂപപ്പെട്ടു. നമുക്ക് തന്നെ അറിയാവുന്നതാണ് 1900 രാമജന്മഭൂമി ഇഷ്യൂ പറയുന്ന സമയത്ത് ആ രാമജന്മഭൂമി ഇഷ്യൂവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ റീസൺ സോമനാഥ ടെമ്പിൾ ആക്രമിച്ചത് ആയിരുന്നു എന്ന് പറയാം. അവിടെയാണ് റോമില താപ്പറിന്റെ സോമനാഥ ദ മെനി വോയിസസ് എന്ന ഗ്രന്ഥം നമ്മൾ എല്ലാവരും വായിക്കേണ്ടതാണ്. റോമില താപ്പർ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്, സോമനാഥ ടെമ്പിൾ ഒരു ജൈന ടെമ്പിൾ ആയിരുന്നു. ആ ടെമ്പിൾ ആരും ആക്രമിച്ചിട്ടല്ല അതിന് കേടുപാടുകൾ ഉണ്ടായത്. ഒന്നാമത്തെ റീസൺ കാലാവസ്ഥയാണ്. രണ്ടാമത് പ്രാചീന വിഹാരങ്ങൾക്കും അമ്പലങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കെല്ലാം തന്നെ നാശമുണ്ടായത് തുടർന്നു വന്ന രാജവംശങ്ങളൊന്നും തന്നെ അതിനെന്ത് ചെയ്തിരുന്നില്ല, ഫണ്ട് കൊടുത്തിരുന്നില്ല, അതിനെ സംരക്ഷിച്ചില്ല. അതുകൊണ്ടാണത് നാശോന്മുഖമായിട്ടുള്ളത്. അല്ലാതെ അത് ആരും മുഹമ്മദ് ഗസ്നിയോ അങ്ങനെ ആരും ആക്രമിച്ചിട്ടല്ല ആ അമ്പലത്തിന് നാശമുണ്ടായത്. അത് കാലക്രമേണ നശിച്ചതാണ് എന്ന് കൃത്യമായി തെളിവുകളിലൂടെ അത് അപഗ്രഥിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ആശയം ആരാണ് ആദ്യമായി ഉന്നയിക്കുന്നത്? 1837 ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു ബ്രിട്ടീഷ് പാർലമെന്റ് മെമ്പറാണ് പറയുന്നത്, സോമനാഥ ക്ഷേത്രം എന്ന് പറയുന്ന ഗുജറാത്തിലെ വളരെ പ്രശസ്തമായ ക്ഷേത്രം മുഹമ്മദ് ഗസ്നി ആക്രമിക്കുകയാണ് ചെയ്തത്. അപ്പൊ നരേഷൻ രൂപപ്പെടുത്തുന്നത് കൊളോണിയലിസമാണ്. എന്തിനാ നരേഷൻ രൂപപ്പെടുത്തിയത്? അതുകൊണ്ടാണ് 1757 പ്ലാസി യുദ്ധത്തിന് ശേഷം ഒരു ഭൂപ്രദേശത്തിന്റെ അധികാരത്തിലേക്ക് വന്ന കൊളോണിയലിസത്തിന് 200 വർഷക്കാലം ഇന്ത്യയെ അധീശത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ചരിത്ര വിജ്ഞാനം തെറ്റായി രേഖപ്പെടുത്തുന്നതിലൂടെയാണ്. അത് കൃത്യമായി അറിയാവുന്ന ഇന്ത്യയുടെ വലതുപക്ഷം ഈ ചരിത്രത്തെ അവർ കൃത്യമായി പിടിക്കുകയാണ് ചെയ്യുന്നത്. ഈ ചരിത്രത്തെ ചരിത്രത്താളുകളിലേക്ക് ഉൾച്ചേർത്തുകൊണ്ട് അവർ ഇന്ത്യയുടെ ചരിത്രത്തിൽ കൃത്യമായിട്ട് മുസ്ലിങ്ങളെ അപരനായിട്ട് അതറായിട്ട് ചിത്രീകരിക്കുന്നു. കാരണം അവർ ആക്രമണകാരികളാണ് എന്നുള്ള പൊതുബോധം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് റോമില താപ്പർ ഉൾപ്പെടെയുള്ള ഡിഡി കൊസാംബി ഉൾപ്പെടെയുള്ള ആർ എസ് ശർമ്മ ഉൾപ്പെടെയുള്ള ചരിത്രകാരന്മാർ മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം, ഇപ്പൊ മുസ്ലിങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രകാരനാണ് കൽഹണ. കാശ്മീരിൽ നിന്നുള്ള ചരിത്രകാരൻ കൽഹണ, ബ്രാഹ്മണനായ കൽഹണൻ. അദ്ദേഹത്തിന്റെ രാജതരംഗിണി എന്ന ഗ്രന്ഥം, ആ രാജതരംഗിണി എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്, വളരെ കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം മൂലം ധാരാളം
സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഹർഷൻ വർദ്ധൻ ഉൾപ്പെടെയുള്ള രാജാക്കന്മാർ ടെമ്പിളുകളെ ആക്രമിക്കുമായിരുന്നു എന്നും ടെമ്പിളുകളെ ആക്രമിക്കുക എന്ന് പറയുന്നത് സമ്പത്ത് ആർജിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നും അതുകൊണ്ട് തന്നെ ഹർഷൻ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു എന്നും അതുകൊണ്ട് ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നതിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മുസ്ലിം അക്രമത്തിന്റെ ഭാഗമായിരുന്നില്ല, അതിനു മുമ്പ് തന്നെ ആയിരുന്നു എന്ന് കൃത്യമായി രാജതരംഗിണി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ അത്തരത്തിലുള്ള ചരിത്രത്തെ പറയാതെ ഇന്ത്യയുടെ പൊതുബോധം നിർമ്മിക്കുന്നതിൽ ഈ തെറ്റായ ചരിത്രത്തിലേക്ക് കൊളോണിയൽ പാരമ്പര്യത്തെ, കൊളോണിയലിസം എന്താണോ നമ്മുടെ മുന്നിലേക്ക് തന്ന ആ ആശയത്തെ കൃത്യമായിട്ട് ഉൾച്ചേർക്കുകയാണ് ഈ വർത്തമാനകാല ഇന്ത്യയിലെ വലതുപക്ഷമെന്ന് യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് സൈദ്ധാന്തിക സങ്കല്പങ്ങളും, ആര്യൻ വംശീയ സിദ്ധാന്തവും അതോടൊപ്പം തന്നെ നമ്മളിവിടെ പറഞ്ഞ ദ്വിരാഷ്ട്രവാദവും വർത്തമാനകാല ഇന്ത്യയിൽ കൂടുതൽ പ്രചാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. വളരെ ദ്രുതഗതിയിലാണ് ഇത്തരത്തിലുള്ള ചരിത്ര രചന വക്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ആ ചരിത്ര രചന ഇത്തരത്തിൽ മാറ്റി എഴുതുന്നതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുക, ഒരേ ബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പൊതു ഇടങ്ങൾ എന്ന അല്ലെങ്കിൽ പബ്ലിക് സ്പിയർ എന്ന ആശയത്തെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ടാണ് യൂറോപ്പിൽ നിന്നും വ്യത്യസ്തമായ ഒരു പബ്ലിക് സ്പിയർ ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുള്ളത്? പബ്ലിക് സ്പിയർ എന്ന ആശയം രൂപപ്പെടുത്തിയിരിക്കുന്നത് വിഖ്യാതനായ ജർമ്മൻ ചിന്തകനായ ഹേബർമാസ് ആണ്. ഹേബർമാസിന്റെ സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് പബ്ലിക് സ്പിയർ എന്ന ഗ്രന്ഥം അത് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. യൂറോപ്പിലാണ് ഈ പൊതു ഇടങ്ങൾ, അതായത് ഒരു സിവിൽ സമൂഹത്തിനും ഭരണകൂടത്തിനും ഇടയിൽ പൊതു ഇടങ്ങൾ രൂപപ്പെട്ടു തുടങ്ങുന്നത് യൂറോപ്പിൽ നിന്നാണ്. യൂറോപ്പിൽ അത് രൂപപ്പെട്ടു വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഒരു ദ്രുതഗതിയിൽ വികാസം പ്രാപിച്ച ഒരു മാർക്കറ്റ് ഇക്കോണമിയിലൂടെയാണ്. അങ്ങനെ മാർക്കറ്റ് ഇക്കോണമിയിലൂടെ രൂപപ്പെട്ടു വന്ന പൊതു ഇടങ്ങൾ അതൊരു സെക്യുലർ സ്പേസ് ആയി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അതൊരു മതനിരപേക്ഷ ഇടങ്ങളായിരുന്നു. കാരണം നമുക്കറിയാം, മധ്യകാല യൂറോപ്പ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അന്ധകാരത്തിൽ അധിഷ്ഠിതമായ, മതബോധത്തിൽ അധിഷ്ഠിതമായ ഒരു ഭൂപ്രദേശമായിരുന്നു. ആ മതബോധത്തെ മാറ്റിക്കൊണ്ട് യൂറോപ്പ് എൻലൈറ്റൻഡിലൂടെ, ജ്ഞാനോദയത്തിലൂടെ രൂപപ്പെട്ടു വന്ന റാഷണാലിറ്റി, ആ യുക്തിബോധം യൂറോപ്പിനെ ചിന്തിക്കുകയും ആ ചിന്തയിൽ നിന്ന് ശാസ്ത്രത്തെ അവർ കള്ളൗട്ട് ചെയ്തെടുക്കുകയും ആ ശാസ്ത്രബോധത്തിൽ നിന്നുകൊണ്ട് മതബോധത്തെ അവര് തള്ളിക്കളയുകയും ആ മതബോധത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സെക്യുലറിസം യൂറോപ്പിൽ രൂപപ്പെടുന്നത്. അതിൻ്റെ ഏറ്റവും അടിസ്ഥാന കാതലായ മാറ്റം എന്ന് പറയുന്നത് എൻലൈറ്റൻമെന്റ് ആണ്. എൻലൈറ്റൻമെന്റിലൂടെ വന്ന റാഷണാലിറ്റിയാണ്. അതോടൊപ്പം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യവസായിക വിപ്ലവം. ആ വ്യവസായ വിപ്ലവവും അതോടൊപ്പം തന്നെ ശാസ്ത്രബോധവും റാഷണൽ തിങ്കിങ്ങും പൊതു ഇടങ്ങൾ സൃഷ്ടിച്ചു. ആ പൊതു ഇടങ്ങൾ മതനിരപേക്ഷമായിട്ടുള്ള പൊതു ഇടങ്ങളായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ ആയിരുന്നില്ല. ഇന്ത്യയിലെ പൊതു ഇടങ്ങൾ സൃഷ്ടിച്ചത് കൊളോണിയലിസമാണ്. അപ്പൊ കൊളോണിയലിസം സൃഷ്ടിച്ച പൊതു ഇടങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അത് നിർമ്മാണ പ്രക്രിയയിലൂടെ കൺസ്ട്രക്ട് ചെയ്തു വന്ന ഒരു പൊതു ഇടങ്ങളാണ്. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് വന്ന പൊതു ഇടങ്ങൾ എന്ന് പറഞ്ഞാൽ കൊളോണിയൽ അധികാരത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഈ പൊതു ഇടങ്ങൾ, ഇന്ത്യയിലെ മധ്യവർഗത്തെയും സൃഷ്ടിച്ചത് കൊളോണിയലിസമാണ്. അങ്ങനെ സൃഷ്ടിച്ചെടുത്തത് കൊണ്ട്, നിങ്ങൾ സ്വയമേ രൂപപ്പെടാത്ത സൃഷ്ടിച്ചു വന്നതുകൊണ്ട് അവരുടെ ആശയങ്ങളിലേക്ക്, പാരമ്പര്യങ്ങളിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ കാണേണ്ട സവിശേഷത അതെയാണ്. കാരണം ഈ ഇന്ത്യയിൽ പൊതു ഇടങ്ങൾ സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത് കൊളോണിയലിസമാണ്. അവിടെ മാധ്യമങ്ങൾ അത് കൊളോണിയലിസത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലായിരുന്നു. അതുകൊണ്ടാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഗവൺമെന്റിനെതിരെ പറയുന്ന സമയത്ത് നാട് കടത്തിയത്. ബംഗാൾ ഗസറ്റിലെ ബ്രിട്ടീഷുകാർക്കെതിരെ ലേഖനം എഴുതിയതിന്റെ പേരിൽ അതിനെ പൂട്ടിയത്. അപ്പൊ കൊളോണിയലിസം നിർമ്മിച്ചെടുത്ത പൊതു ഇടങ്ങളാണ്. അങ്ങനെ കൊളോണിയലിസം നിർമ്മിച്ചെടുത്ത പൊതു ഇടങ്ങളും കൊളോണിയലിസം നിർമ്മിച്ചെടുത്ത മധ്യ സമൂഹവും ആ മധ്യ സമൂഹത്തിന് നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവരുടെ ഐഡന്റിറ്റി തേടി തിരിച്ചു പോവുകയാണ്. ഈ അടുത്ത കാലത്ത് ഡൽഹിയിലെ ഒരു പഠനം നടത്തി. ഇന്ത്യയിൽ 10 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ
4 പേരും തീവ്ര മതവിശ്വാസികളാണ്. അതിൽ 10 പേരിൽ എടുത്തു കഴിഞ്ഞാൽ 4 പേര് തീവ്ര മതവിശ്വാസികളാണെങ്കിൽ അടുത്ത 10 പേര് എടുക്കുന്ന സമയത്ത് അതിൽ 5 പേർ മതവിശ്വാസികളാണ്. അങ്ങനെ 10 പേര് എടുക്കുകയാണെങ്കിൽ 9 പേരും എന്താണ്? മതവിശ്വാസികളാണ്. ആ പഠനത്തിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത അതിൽ തീവ്ര മതവിശ്വാസികളായി മാറിയത് 2014 ശേഷമാണ്. അത് 2014 ശേഷമാണ്. ഇനി ആ പഠനത്തിന്റെ മറ്റൊരു പ്രത്യേകത, ആ പഠനം മുന്നോട്ട് വെക്കുന്നത് ഗ്രാമങ്ങളിലുള്ളവരെക്കാൾ തീവ്ര മതവിശ്വാസികൾ നഗരങ്ങളിലുള്ളവരാണ്. അതുകൊണ്ടാണ് നെഹ്റു തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അക്ഷരജ്ഞാനമുള്ള അന്ധവിശ്വാസിയേക്കാൾ വിദ്യാഭ്യാസമില്ലാത്ത അന്ധവിശ്വാസിയേക്കാൾ അപകടകരമാണ് വിദ്യാസമ്പന്നനായ അന്ധവിശ്വാസി. വളരെ കറക്റ്റാണ്. അതുകൊണ്ട് ഗ്രാമങ്ങളിലുള്ളവരെക്കാൾ വളരെ തീവ്രമായിട്ടുള്ള മതനിലപാടുകൾ, മതബോധമുള്ളവരായിട്ട് നഗരങ്ങളിലുള്ളവരെ മാറിയെന്ന് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് നടത്തിയ പഠനത്തിൽ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ ഇന്ത്യയുടെ പൊതു ഇടങ്ങൾ മത സ്പേസുകളായി മാറി, മതബോധമുള്ള സ്പേസുകളായിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മതബോധത്തിൽ അധിഷ്ഠിതമായ സ്പേസ് ആയി മാറുന്ന സമയത്ത് മലയാളികളും ഒട്ടും വ്യത്യസ്തമല്ല. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ചുറ്റുപാടിലും ഉണ്ടായിരുന്നവർ ഓടിപ്പോയി പ്രയാഗരാജിൽ പോയി. ഇപ്പൊ ആരെ വിളിച്ചാലും എവിടെ നിൽക്കുകയാണെന്ന് ചോദിച്ചാൽ പ്രയാഗരാജിൽ മുങ്ങി വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. വളരെ പെട്ടെന്ന്. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ വളരെ സേഫ് സോണിലാണ് എന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. നമ്മൾ വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോയിട്ടിരിക്കുന്നത്. നമ്മുടെ ഈ പുതിയ നയങ്ങളിലൂടെ ഈ പ്രത്യയ ശാസ്ത്രങ്ങളെ വളരെ ഉൾച്ചേർത്തുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഇതിനെ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായിട്ട്, പഠനശാഖയുടെ ഭാഗമായിട്ട്, പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട്, അത് നിർബന്ധപൂർവമായ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ പൊതു ഇടങ്ങളിലേക്ക് ഇത് കയറി വരികയാണ്. സ്വാഭാവികമായിട്ടും ഒരു മതരാഷ്ട്രം എങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത് എന്ന കൃത്യമായ അജണ്ട ഈ ആശയങ്ങളിലൂടെ രൂപപ്പെടുന്നു. അതുകൊണ്ട് ചരിത്രം എന്ന് പറയുന്നത്, ചരിത്രം എന്ന വിജ്ഞാനത്തെ കൃത്യമായി ആയുധവൽക്കരിക്കുക, ഒരു വെപ്പനൈസേഷൻ പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ കൃത്യമായി ആയുധവൽക്കരിച്ചുകൊണ്ട് ഈ പൊതുബോധത്തെ സൃഷ്ടിച്ചുകൊണ്ട് മറ്റു മതങ്ങളെ അവരെ അപരന്മാരാക്കി മാറ്റി, അവരെ അതേഴ്സാക്കി മാറ്റി, അത്തരത്തിൽ ഒരു രാഷ്ട്രത്തെ ഒരു മതബോധമുള്ള മതരാഷ്ട്രമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ഈ യുക്തിബോധമുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാർ കൃത്യമായി ജനമനസ്സുകളിലേക്ക് എത്തിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കേണ്ടതിൻ്റെ കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.